ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. ബഷീർ ദിനം പാർട്ട് 2. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്. ഉത്തരം കൈ അബ്ദുൾ റഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്. ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ആദ്യ നോവൽ. ഉത്തരം പ്രേമലേഖനം. അടുത്ത ചോദ്യം, സാഹിത്യ ലോകത്തേറെ വിമർശനങ്ങൾ വന്ന ബഷീർ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ കൃതിയിലൂടെ ലോക പ്രശസ്തിയായ അദ്ദേഹത്തിൻ്റെ സഹോദരി. ഉത്തരം പാത്തുമ്മ. ബഷീർ കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയത് ഏത് വർഷം? ഉത്തരം 1962. ബഷീറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബഷീർ മാല എന്ന മാപ്പിളപ്പാട്ട് പ്രസിദ്ധീകരിച്ചത് ആര്? ഉത്തരം എം എൻ കാരശ്ശേരി. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മുക്ക് ഇത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു. ഉത്തരം ചെറുകഥ. ബഷീർ കഥകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ എഴുത്തുകാരൻ. ഉത്തരം റൊണാൾഡ് യാഷർ. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ബഷീറിൻ്റെ നാടകം ഒരു പട്ടത്തിൻ്റെ പേക്കിന്. ഒറ്റക്കണ്ണൻ ബ്രോക്കർ ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ബഷീർ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് തിരക്കഥ എഴുതിയത്? ഭാർഗവി നിലയം. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. ബഷീറിൻ്റെ വിവാഹം ഏത് വർഷം? 1958. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം. ഇന്ദുലേഖയ്ക്ക് ശേഷം മലയാളത്തിലുണ്ടായ പ്രധാനപ്പെട്ട നോവൽ എന്ന് എം. ബി. പോൾ ഏത് പുസ്തകത്തെയാണ് വിശേഷിപ്പിച്ചത്? ബാല്യകാല സഖി. ബഷീർ ദിവാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ എം. എ. റഹ്മാൻ. 19ാമത്തെ ചോദ്യം, ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ബഷീറിൻ്റെ മകൾ ഷാഹിനെ പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ. ഉത്തരം മാന്ത്രിക പൂച്ച. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സിനിമയാക്കിയ സംവിധായകൻ ആര്? ഉത്തരം തോപ്പിൽ ഫാസി. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഏത് വർഷം? ഉത്തരം 1982. പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം പി. എ. ബക്കർ. കേശവൻ നായരും സാറാമ്മയും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങൾ? ഉത്തരം പ്രേമലേഖനം. തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? ഉത്തരം എം. ബി. പോൾ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീർ നോവൽ. ഉത്തരം ബാല്യകാല സഖി. ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന കഥ ഏത് പേരിലാണ് സിനിമയാക്കിയത്? ഉത്തരം ഭാർഗവി നിലയം. 1950 ബഷീർ ഒരു ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്നു. അത് ഏത് ജില്ലയിൽ? ഉത്തരം എറണാകുളം. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. യാ ഇലാഹി എന്ന പുസ്തകത്തിൽ ബഷീർ എഴുതിയ കവിതയുടെ പേര്? ഉത്തരം അനശ്വര പ്രകാശം. ഈ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.